മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള കോഴ്സ് എന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് കോഴ്സുകൾ, ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പിയും ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയും. ഈ രണ്ട് കോഴ്സുകൾക്ക് 2026 അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ നീറ്റ് എക്സാമിനേഷന്റെ സ്കോർ കൺസിഡർ ചെയ്യത്തില്ല. എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഈ രണ്ട് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ, ഇന്ത്യ മുഴുവൻ അഡ്മിഷൻ ലഭിക്കാൻ നീറ്റിന്റെ സ്കോർ കൺസിഡർ ചെയ്യുമെന്ന്. പക്ഷേ ഇപ്പോ NTA പുതിയ നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നു. വളരെ വൈകിയാണ് ഈ നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തത് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഈ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചിരിക്കുന്നു. ഈ വർഷം 2026 ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയോ ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പിയോ രണ്ട് സൂപ്പർ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ നീറ്റ് എക്സാമിനേഷൻ ആവശ്യമില്ല. പകരം ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഓരോ സ്റ്റേറ്റ് വൈസ് ഉള്ള അഡ്മിഷൻ പ്രൊസീജിയർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അഡ്മിഷൻ നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഈ കോഴ്സുകൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോകൾ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ 2026 ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ +2 ശേഷം LBSന്റെ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ ആ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ നാം പങ്കെടുക്കുക. ഇനി കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ എങ്ങനെയായിരിക്കും അഡ്മിഷൻ ലഭിക്കുക? ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കൃത്യമായി പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലുള്ള കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ കൃത്യമായ പ്ലാനിംഗ് വേണം, കൃത്യമായ പ്രിപ്പറേഷൻ വേണം. അതിനനുസരിച്ച് ഡിസിഷൻ മേക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. ഈ സമയത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈ ചാനലിലൂടെ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.